വെൽക്കം ടു ഇഫർ എഡ്യൂക്കേഷൻ. UGC NTA നെറ്റ് എക്സാം, അതിൽ അറബിക്കിന്റെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 2025 ഡിസംബർ എക്സാമും കഴിഞ്ഞു. പൊതുവെ അറബിക്കിന്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് മറ്റ് വിഷയങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ എന്ന് പറയാവുന്ന കട്ട് ഓഫ് വരുന്ന ഒരു സബ്ജക്റ്റാണ്. മത്സര പരീക്ഷകളിൽ കട്ട് ഓഫുകളെ കുറിച്ച് ധാരണയുണ്ടാവുക എന്നുള്ളത് പ്രിപ്പറേഷനിൽ വളരെ പ്രധാനമാണ്. ഓരോ എക്സാമിലും കട്ട് ഓഫുകൾ വ്യത്യാസപ്പെടും. ആ തവണത്തെ ക്വസ്റ്റ്യൻസിന്റെ ഈസിനെസ്സും അതേപോലെ ടഫ്നെസ് ഒക്കെ അനുസരിച്ച് കട്ട് ഓഫ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എങ്കിലും പലപ്പോഴും ഒരു ആവറേജിൽ നിലനിൽക്കാറുണ്ട് ഓരോ പരീക്ഷയുടെയും കട്ട് ഓഫ് എന്ന് പറയും. അപ്പൊ 2026 ജൂണിന് വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിലുള്ള അടുത്തായിട്ട് കഴിഞ്ഞ പരീക്ഷകളിൽ അറബിക്കിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നത് പ്രിപ്പറേഷൻ കുറെ കൂടി മെച്ചപ്പെടുത്തുവാനും വളരെ നന്നായി ഒരുങ്ങുവാനും സഹായകമാവും. 2020 ഡിസംബറും 2021 ജൂണും ഇത് രണ്ടും മെർജ് ചെയ്തുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. ഈ ഒരു പരീക്ഷയിലൊക്കെ നെറ്റ് JRF എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് മാത്രമേ, അല്ലെ രണ്ട് കാറ്റഗറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2024 ജൂണോടുകൂടെയാണ് PhD ഓൺലി, അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് PhD, അസിസ്റ്റന്റ് പ്രൊഫസർ, PhD ആൻഡ് JRF എന്ന് പറയുന്ന 3 കാറ്റഗറികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ 2021 ജൂണും 2020 ഡിസംബറും കൂടി മെർജ് ചെയ്ത് നടന്നിട്ടുള്ള എക്സാമില് ജനറൽ കാറ്റഗറിയുടെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 226 ആയിരുന്നു JRF. അവിടെ OBCക്ക് 210ഉം എക്കോണമിക്കലി വീക്കായിട്ടുള്ള EWS എന്ന് പറയുന്ന 220ഉം SC വിഭാഗത്തിന് 134ഉം ST വിഭാഗത്തിന് 210 വരും. നെറ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൺറിസർവ്ഡിന് 200, OBC 178, EWC 186, SC 134, ST 156 എന്നായി. ഇതേപോലെ തന്നെ 2021 ഡിസംബറും 2022 ജൂണും മെർജ് ചെയ്യുന്നതാണ്. അതില് 218, 204, 214, 128, 174 ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അൺറിസർവ്ഡ്, OBC, EWS, SC, ST ഓർഡറിലാണ് നമ്മൾ പറയുന്നത്. നെറ്റിൻ്റെത് 198, 178, 188, 128, 170. പൊതുവെ ഏറ്റവും ഹൈ കട്ട് ഓഫ് വരാറുള്ളത് പൊതുവെ അൺറിസർവ്ഡിനായിരിക്കും. തൊട്ടു താഴെയായിരിക്കും EWSന് വരുന്നത്. അതിന്റെ തൊട്ട് താഴെയായിരിക്കും OBCക്ക് വരുന്നത്. അതിന്റെ തൊട്ട് താഴെയായിരിക്കും STക്ക്. ഏറ്റവും ഒടുവിലായിരിക്കും SC എന്ന് പറയുന്ന കാറ്റഗറിക്ക് വരാറുള്ളത്. 2022 ഡിസംബറിൽ JRFന്റെ 212, 202, 210, 122, 170 ഈ രീതിയിലും നെറ്റിൻ്റെത് 192, 174, 178, 122, 160 ഈ ഒരു ക്രമത്തിലാണ്. 2023 ജൂണിലേക്ക് വരുമ്പോൾ കട്ട് ഓഫ് വളരെ കൂടുതലാവുകയാണ്. 236, 224, 234, 132, 192. നെറ്റിന് 210, 196, 200, 132, 172 എന്ന് പറഞ്ഞാല് കട്ട് ഓഫ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 2020 ഡിസംബറും ജൂണിലൂടെ നടന്നിട്ടുള്ളതിന്റെ കട്ട് ഓഫ് അത്യാവശ്യം ഉണ്ടായിരുന്നു. 2021 ഡിസംബർ 2022 ജൂണിലേക്ക് വരുമ്പോൾ കുറച്ച് താഴ്ന്നു. 2022 ഡിസംബറിലേക്ക് വരുമ്പോൾ 2 മാർക്കിന്റെ കൂടി താഴ്ച ഉണ്ടായിരുന്നു. പിന്നീട് 2023 ജൂണിലേക്ക് വരുമ്പോൾ അത് നന്നായിട്ട് വർദ്ധിച്ചു. 2023 ഡിസംബറിൽ വരുമ്പോൾ 236, 220, 226, 128, 192, 208, 190, 196, 128, 174 ഈ ഒരു രീതിയിലാണ്. ചെറിയൊരു വ്യത്യാസം മുകളിലോട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. OBCയെ സംബന്ധിച്ചിടത്തോളം അതേപോലെ അൺറിസർവ്ഡ് കാറ്റഗറിയിലൊക്കെ തന്നെ അത്യാവശ്യം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി മുകളിലോട്ട് ഇതിന്റെ ഒരു കാറ്റഗറി അല്ലെങ്കിൽ അതിന്റെ ഒരു കട്ട് ഓഫ് പോയിട്ടുണ്ട്. 2024 ജൂണിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യമായിട്ട് PhD എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കാറ്റഗറി ഉൾപ്പെടുത്തുന്നത്. അതില് 222, 200, 172 ഇതാണ് അൺറിസർവ്ഡിന്റെ. OBCയുടെ 214, 186, 188, EWC 218, 186, 162, SC വിഭാഗത്തിൻ്റെത്
140, 140, 112. ST 174, 154, 192. ഇതാണ് അവരുടെ. ഇനി 2024 ഡിസംബറിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും വളരെ വലിയൊരു കട്ട് ഓഫിലേക്ക് എത്തി. 236, 212, 186. ഇതാണ് അൺറിസർവ്ഡ്. OBC നോക്കൂ, 230 മാർക്കായിരുന്നു 2024 ഡിസംബറിലെ കട്ട് ഓഫ്. 198, 170, 228, 200, 162, 132, 132, 118, 228, 188, 162. ഇനി 2025 ജൂണിന്റെ കട്ട് ഓഫ്. 2025 ഡിസംബറാണ് ഇപ്പൊ അവസാനം കഴിഞ്ഞിട്ടുള്ളത്. അതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള ജൂണില് 230, 206, 170, 222 OBCയുടെ. അറബിക്കിലൊക്കെ കൂടുതലും OBC ആണല്ലോ ഉണ്ടാവാറുള്ളത്. ഇവിടെയൊക്കെ പ്രത്യേകിച്ച് കേരളക്കാരൊക്കെ എല്ലാവരും എന്ന് പറയുന്ന രൂപത്തിൽ OBC ആണ് പൊതുവെ വരാറുള്ളത്. അതേപോലെ SC, ST അത്തരം വിഭാഗങ്ങളൊക്കെ താരതമ്യേന കുറഞ്ഞ രീതിയിലാണെങ്കിൽ ഉണ്ടാവാറ്. 222, 184, 154. EWS 220, 186, 148. SC 186, 186, 134. ST 190, 186, 158. അപ്പോ ഇങ്ങനെ നമ്മൾ അറബിക്കും പേപ്പർ 1ഉം നന്നായി പഠിച്ചാൽ തന്നെ നമുക്ക് നെറ്റ് പോലും കിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ അടുത്തായിട്ടുള്ള അറബിക്കിന്റെ കട്ട് ഓഫ് സൂചിപ്പിക്കുന്നത്. അപ്പൊ JRFിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? നല്ല രീതിയിൽ തന്നെ പേപ്പർ 1ലും നല്ല ധാരണ ഉണ്ടാക്കിയിരിക്കണം. അപ്പോ അറബിയിൽ നമുക്ക് മാക്സിമം പഠിച്ചാൽ തന്നെ 200 മാർക്കേ നേടാൻ പറ്റുള്ളൂ. 200 മാർക്ക് ഒരു നെറ്റിലേക്ക് എത്തിയേ ചെയ്യുള്ളൂ. അപ്പൊ നന്നായിട്ട് പേപ്പർ 1 നോക്കുന്ന സമയത്ത് നമുക്ക് 220 ഒക്കെ മേലെ വരാൻ കഴിയുള്ളൂ. ഇപ്പൊ ഈ കഴിഞ്ഞ ജൂണിലെ 2025 ഡിസംബറിലെ എക്സാമും കുറെ കൂടി ഈസി ആയിരുന്നു എന്നുള്ളതാണ് കുട്ടികളുടെ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം വരുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറെ കൂടി കൂടുകയോ അല്ലെങ്കിൽ നേരത്തെയൊക്കെ ഉള്ളതിന്റെ ആ ഒരു രീതിയിൽ തന്നെ തുടരുകയോ ചെയ്യുക എന്നുള്ളതല്ലാതെ വലിയ രീതിയിൽ കട്ട് ഓഫ് കുറയും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അത്രയും താരതമ്യേന ഈസി എന്ന് പറയാവുന്ന രൂപത്തിലാണ് കുട്ടികൾക്ക് പരീക്ഷ എഴുതിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നല്ല കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ലൊരു മത്സരം നടന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്നു. മറ്റ് കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ട് കുറെ കൂടി ഈസിനെസ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഒരു ഹൈ കട്ട് ഓഫ് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും 230, 220 ഒക്കെ പരിസരത്ത് തന്നെയായിട്ട് കുറയാതെ തന്നെ കട്ട് ഓഫ് ഉണ്ടാകും എന്നുള്ളതാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ 2026 ജൂണിലേക്ക് ഒരുങ്ങുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ നടത്തുക. നന്നായിട്ട് പേപ്പർ 1ഉം അറബിക്കും ഒരേപോലെ തന്നെ തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു കട്ട് ഓഫുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു.